കോഴിക്കോട് നഗരത്തെ ഞെട്ടിച്ച പാളയം കൊലപാതകം കേസിലെ പ്രതിപിടിയിൽ കൊല്ലപ്പെട്ട ബിജുവിന്റെ ബന്ധു മാങ്കാവ് കുറ്റിയിൽ താഴെ തെക്കിനടുത്ത് മീത്തൽ ദീപക്കാണ് പിടിയിലായത്. മുൻ വൈരാഗ്യമാണ് കൊലപാതകത്തിന് കാരണമെന്ന് സിറ്റി പോലീസ് കമ്മീഷണർ പറഞ്ഞു. പ്രതിയെ ഡി അഡിക്ഷൻ കേന്ദ്രത്തിൽ എത്തിച്ചതിന്റെ വിരോധമാണ് കൊലപാതകത്തിന് പിന്നിലെന്ന് ബിജുവിന്റെ ബന്ധുക്കൾ ആരോപിച്ചു. അറസ്റ്റ് ചെയ്ത് പ്രതിയെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു. ലഹരി മാഫിയയുടെ ബന്ധം ആരോപിക്കപ്പെട്ട കൊലപാതകത്തിലാണ് വഴിത്തിരിവുണ്ടായിരിക്കുന്നത്. പാളയം പുതിയ കോവിലകം പറമ്പ് സ്വദേശി ബിജുവിനെ 45ലേറെ മുറിവുകളേൽപ്പിച്ച് ക്രൂരമായി കൊലപ്പെടുത്തിയത് ബന്ധുവായ 21-കാരൻ ദീപക്കാണെന്ന് കണ്ടെത്തിയാണ് പ്രത്യേക അന്വേഷണ സംഘം ഇയാളെ അറസ്റ്റ് ചെയ്തത്. പ്രതിയായ ദീപക് കഞ്ചാവ് ഉപയോഗിക്കുന്ന ആളായിരുന്നുവെന്നും അയൽക്കാരും ബന്ധുക്കളുമായി നിരന്തരം പ്രശ്നങ്ങൾ സൃഷ്ടിച്ചിരുന്നുവെന്നും ഇയാൾക്ക് മാനസിക പ്രശ്നമുണ്ടെന്നും സിറ്റി പോലീസ് കമ്മീഷണർ AP ഷൗക്കത്ത് അലി പറഞ്ഞു. മാനസിക പ്രശ്നമുണ്ട് എന്നത് ഞങ്ങൾക്ക് ബോധ്യപ്പെട്ടില്ല. പക്ഷേ ചെറിയ പ്രശ്നങ്ങളിലേക്ക് പ്രതി പെട്ടെന്ന് പ്രതികരിക്കുക, അത് കായികമായി ആളുകളെ നേരിടുക, പിന്നെ പ്രതി ചെറിയ രീതിയിൽ മയക്കുമരുന്ന് പ്രത്യേകിച്ച് കഞ്ചാവ് ഉപയോഗിക്കുന്ന അതിൽ അടിമയാണ്. പക്ഷേ ഒരു മയക്കുമരുന്ന് അടിമയാണ് എന്ന് പറഞ്ഞുകൂടാ, അത് ഉപയോഗിക്കുന്ന ഒരാളാണ്. കഞ്ചാവ് ഉപയോഗിച്ചതിന് പ്രതിയുടെ കേസുണ്ട്. അയൽവാസികളെ മർദ്ദിച്ചതിന് മറ്റും പരാതികളുണ്ട്. പ്രതിയുടെ സ്വഭാവത്തെ പറ്റിയുള്ളൊരു ഇത്തരം കാര്യങ്ങളുണ്ടെന്നുള്ളത് ഞങ്ങൾക്ക് അന്വേഷണത്തിൽ വ്യക്തമായിട്ടുണ്ട്. കൊലപാതകത്തിന് ശേഷം ബിജുവിന്റെ സംസ്കാര ചടങ്ങിൽ പ്രതി പങ്കെടുത്തിരുന്നു. സ്വന്തമായി വാഹനമില്ലാത്ത പ്രതി അച്ഛന്റെ വാഹനം ഉപയോഗിച്ചാണ് കൃത്യം നടത്തിയതെന്നും അന്വേഷണത്തിൽ കണ്ടെത്തി. പ്രതിയുടെ വീട്ടിൽ നിന്ന് കൊല്ലപ്പെട്ട ബിജുവിന്റെ മൊബൈൽ ഫോണും ബിജുവിന്റെ സ്കൂട്ടറിന്റെ താക്കോലും പോലീസ് കണ്ടെടുത്തു. കൃത്യം നടക്കുമ്പോൾ ധരിച്ചിരുന്ന വസ്ത്രങ്ങൾ കത്തിച്ച നിലയിലും അന്വേഷണ സംഘം കണ്ടെത്തിയിട്ടുണ്ട്. അതേസമയം പ്രതി ദീപകിന് മാനസിക പ്രശ്നങ്ങളില്ലെന്നും ലഹരിക്ക് ഇയാൾ അടിമയായിരുന്നുവെന്നും കൂടുതൽ കണ്ണികൾ കൊലയ്ക്ക് പിന്നിലുണ്ടെന്നും കുടുംബം ആരോപിച്ചു. പിന്നിൽ ഇനിയും ആൾക്കാരുണ്ട്. ഇവന്റെ അത്ര പ്രായക്കാരുള്ള ചെക്കന്മാരുണ്ട്. എന്തായാലും ഇവൻ ഭ്രാന്ത് എന്ന് പറഞ്ഞാൽ മറ്റൊരു രക്ഷപ്പെടും. അവർക്ക് കച്ചവടങ്ങൾ കൂടും. മനസ്സിലായില്ലേ? ഇവൻ ഒരാൾ ഇതിൽ പോയാൽ ഇവന് ഭ്രാന്ത് നമ്മൾ തള്ളിക്കളയിക്കും. ഒന്നിനും അവന് ഭ്രാന്തില്ല. ഓനെന്താ ഇട്ട് ഷർട്ട് എന്താ വീട്ടിൽ കത്തിക്കാനും ഭ്രാന്ത് ഉണ്ടായിനോ? അതാരും അന്വേഷിച്ചിനോ? എന്തിനെന്റെ ഏട്ടൻ്റെ ഫോണും ചാവിയും കൊണ്ട് ഒളിപ്പിച്ച് കട്ടിൻ്റെ അടിയിൽ എന്തിന് 2 ദിവസം വീട് പൂട്ടിയിട്ട് നടന്ന് നമ്മൾ ഒരാളെ റൂമിൽ പോകുമ്പോൾ ജസ്റ്റ് ഒന്ന് ചാരും, അല്ലെ വെറുതെ ലോക്കെ താക്കോലും പൂട്ടിട്ട് പൂട്ടും. ആരെങ്കിലും പൂട്ടോ? അവന്റെ ഏട്ടൻ തന്നെ അവനെ പേടിച്ചിട്ടാ വീട്ടിൽ നടക്കുന്നത്. കഴിഞ്ഞ 19-ാം തീയതി പുലർച്ചെയാണ് പാളയം ബസ് സ്റ്റാൻഡിന്റെ പുറകിലുള്ള ഒറ്റമുറിയുള്ള വീട്ടിൽ പുലർച്ചെ 3 മണിയോടെ ബിജുവിനെ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ആദ്യഘട്ടം ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി ലഹരി മാഫിയയെ കുറിച്ച് പോലീസിന് വിവരം നൽകിയതിന്റെ വൈരാഗ്യത്താൽ ലഹരി മാഫിയ ചെയ്ത കൊലപാതകമാണിതെന്ന് പ്രചരിച്ചിരുന്നു. ന്യൂസ് മലയാളം, കോഴിക്കോട്.